സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയതിന്റെ ആഘോഷവും ആരവങ്ങളും അതിന്റെ ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് സ്ഥലമാറ്റം വരുന്നത്. സന്തോഷ പെരുമഴയ്ക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു ഇടിവെട്ട് വാർത്തയായിരുന്നു സത്യത്തിൽ തൃശൂർക്കാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ സ്ഥലം മാറ്റം. ഒരു ജില്ലാ ഭരണാധികാരിയുടെ അധികാരഭാവത്തോടെ ഒരിക്കൽ പോലും പൊതുജനങ്ങളുമായി ഇടപഴകാതെ തീർത്തും അവരിൽ ഒരാളായി അവർക്കൊപ്പം നിന്ന കളക്ടറായിരുന്നു അർജുൻ പാണ്ഡ്യൻ. കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട കളക്ടർ. സ്കൂളുകളിൽ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും മറ്റും എത്തുമ്പോൾ ആ കുട്ടിക്കൂട്ടത്തോടൊപ്പം ചേർന്ന് ഒരു കുട്ടിയെപ്പോലെ ആഘോഷിക്കാൻ അർജുൻ പാണ്ഡ്യൻ മടിച്ചിട്ടില്ല. എത്ര പേർ സെൽഫി എടുക്കാൻ വന്നാലും ഒരു മടിയും കൂടാതെ അവർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ സമ്മതം നൽകിയ ജില്ലാ ഭരണാധികാരി. ഒരു ജില്ലാ ഭരണാധികാരിയുടെ അലങ്കാരങ്ങളില്ലാതെ രാവിലെ അയ്യന്തോൾ മോഡൽ റോഡിലൂടെ മോർണിംഗ് വാക്കിനിറങ്ങുന്ന ജില്ലാ കളക്ടർ. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ചുമതലകൾ മനോഹരമായി നിറവേറ്റാനും പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചതിൻ്റെയും സന്തോഷമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൻ്റെ ജില്ലാ കളക്ടർ പദവിയൊഴിഞ്ഞ് കാസർകോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന അർജുൻ പാണ്ഡ്യൻ പങ്കുവയ്ക്കുന്നത്. ജോലി ചെയ്തതിൽ ഏറ്റവും മനോഹരമായ സ്ഥലവും മനുഷ്യരെയും കണ്ടത് തൃശ്ശൂരാണെന്ന് അർജുൻ പാണ്ഡ്യൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇത്രയും ജനകീയനായ ഒരു കളക്ടർ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തൃശ്ശൂർക്കാരും സമ്മതിക്കുന്നു. ജാടകളോ തലക്കനമോ അഹങ്കാരമോ ഇല്ലാതെയാണ് അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂരിൽ ഭരണനിർവഹണം നടത്തിയത്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തൃശ്ശൂർ പൂരം ഏറ്റവും അടുത്തു നിന്ന് ആദ്യമായി കണ്ടതിൻ്റെ ഓർമ്മകൾ പൂരം കഴിഞ്ഞ ശേഷം അദ്ദേഹം പങ്കുവച്ചിരുന്നു. ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല സമയമാണ് കടന്നുപോയത്. തൃശ്ശൂർ പൂരത്തിലെ എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. പൂരത്തിൽ പങ്കെടുക്കുന്നതും കാണുന്നതും സംഘാടനത്തിൻ്റെ ഭാഗമാകുന്നതുമെല്ലാം ആദ്യത്തെ അനുഭവമാണ്. പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പോൾ അത് സാമ്പിൾ ആണോ എന്ന് അതിശയിച്ചു പോയി. കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതിനാൽ അടുത്തു നിന്നാണ് വെടിക്കെട്ടടക്കം കണ്ടത്. അപ്പോൾ തന്നെ നല്ല എഫക്റ്റുള്ള വെടിക്കെട്ടാണെന്ന് മനസ്സിലായി എന്ന് അർജുൻ പാണ്ഡ്യൻ പറയുമ്പോൾ അതിലൊരു കുട്ടിയുടെ കൗതുകമുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും അക്കാര്യങ്ങൾ പാലിക്കാതെ വന്നപ്പോഴാണ് മുന്നറിയിപ്പായി ഒരു ദിവസത്തേക്ക് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തുകൊണ്ട് തൻ്റെ സൗമ്യഭാവത്തിൽ മാത്രമല്ല കർക്കശക്കാരനായ ഭരണാധികാരിയായും പ്രവർത്തിക്കുമെന്ന് കാണിച്ചു കൊടുത്തു അർജുൻ പാണ്ഡ്യൻ. പാലിയേക്കര ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട പല ജനോപകാരമായ തീരുമാനങ്ങളും എടുക്കുന്നതിൽ കളക്ടർ എന്ന നിലയ്ക്ക് അർജുൻ പാണ്ഡ്യൻ ധൈര്യമായ ചുവടുവെപ്പുകൾ നടത്തി. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കണം, അതിന് പണമുണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ക്ലീനറായും ഡ്രൈവറായുമൊക്കെ ജോലി ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അർജുൻ പാണ്ഡ്യന്. അവധി ദിവസങ്ങളിൽ തേയിലച്ചാക്ക് ചുമന്നും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പഠിച്ചും പഠിപ്പിച്ചും ജീവിതത്തിൻ്റെ കടമ്പകൾ താണ്ടിയ ചരിത്രവും അദ്ദേഹത്തിന് പറയാനുണ്ട്. എസ്റ്റേറ്റ് മേഖലയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് പ്രതിസന്ധികളോടും പരാധീനതകളോടും പൊരുതിയാണ് എല്ലാ വിജയങ്ങളും അർജുൻ പാണ്ഡ്യൻ നേടിയത്. കളക്ടർ അർജുൻ പാണ്ഡ്യൻ പങ്കെടുത്ത 12 കിലോമീറ്റർ കൂട്ടയോട്ടത്തിൽ അവധി ആവശ്യവുമായി 7ാം ക്ലാസ്സുകാരൻ സൽമാനും കളക്ടറുമായുള്ള കൊച്ചു വർത്തമാനം ഏറെ വൈറലായിരുന്നു. കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂളിന് അവധി തരുമോ എന്നായിരുന്നു കളക്ടറോട് തൃശൂർ ലൂർദ് സെൻറ് മേരീസ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി സൽമാൻ്റെ ചോദ്യം. തൃശ്ശൂരിലെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയാണ് താൻ അവധി ചോദിക്കുന്നതെന്നും സൽമാൻ പറഞ്ഞപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മഴ മൂലം അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാൻ്റെ പേരിൽ അവധി പ്രഖ്യാപിക്കാം എന്ന ഉറപ്പ് കളക്ടർ കൊടുത്തപ്പോൾ കയ്യടികൾ ഉയർന്നത് മറക്കാനാവില്ല. ഭരണമികവിനേക്കാൾ സ്നേഹമികവ് കൊണ്ടാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂർക്കാരുടെ മനസ്സിൽ തൻ്റെ സ്ഥാനം ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ തൃശ്ശൂർക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ: വി മിസ് യു സാർ.